ഹലോ എവ്രി വൺ, ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ട്രാവലാണ് പോകുന്നത്. വലിയ ദൂരേക്കുള്ളൊരു ട്രാവലല്ല, ഇവിടെ അടുത്ത് തന്നെ, എറണാകുളത്ത് അടുത്ത് തന്നെ. നമ്മളിപ്പോൾ പോകുന്നത് വൈപ്പിനടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ഒരു ഫിഷ് ഫാം ഉണ്ട്. ഫിഷ് ഫാമാണ് അത്. അവിടെയുള്ളൊരു കുറേ ആക്ടിവിറ്റീസ് എല്ലാം പോസിബിളാണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇന്നിപ്പോൾ എൻ്റെ കൂടെ ഒരു പ്രത്യേകത ഉള്ളത്, എൻ്റെ മകളും കൂടെ വരുന്നുണ്ട്. മാളു വാ. ഇതാണ് മാളൂട്ടി. ദിയു വാ. ഇത് ദിയു പക്ഷേ ഞങ്ങളുടെ കൂടെ വരുന്നില്ല ഇന്ന്. മാളു മാത്രമേ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും പുള്ളിയുടെ മക്കളും ഉണ്ട്. അത് മാളുവിൻ്റെ ക്ലാസ്മേറ്റാണ്. പിന്നെ മാളുവിൻ്റെ ക്ലാസ്മേറ്റിൻ്റെ അനിയനും. അങ്ങനെ ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കൂടുതൽ കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം. അവിടെയുള്ള കുറേ ആക്ടിവിറ്റീസും പിന്നെ അതേപോലെ എന്താ പറയുക, നമുക്ക് ഫിഷിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ. ഒരുപാട് കളിക്കാനുള്ള ആക്ടിവിറ്റീസൊക്കെ ഉള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് ഫാമിലീസിനെ മാത്രമേ അവർ എൻ്റർടൈൻ ചെയ്യുന്നുള്ളൂ. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അവിടെ ചെന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിവിടെ ഞാറയ്ക്കലെത്തിയിട്ടുണ്ട്. ഞാറയ്ക്കൽ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പായൽ എന്നാണ് ഇതിൻ്റെ പേര്. പായൽ എക്കോ ടൂറിസം അല്ലേ, പായൽ അക്വാ ടൂറിസം, സോറി. ഇതിപ്പോൾ എറണാകുളം ടൗണിൽ നിന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട്. എറണാകുളം ടു നമ്മൾ വൈപ്പിൻ നിന്ന് ഞാറയ്ക്കൽ നിന്ന് ഒരു ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ അല്ലേ ഉള്ളിലേക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അങ്ങോട്ട് അകത്തേക്ക് കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്ന് കാണാം. പിന്നെ അജിത്തിനെ നിങ്ങൾ കഴിഞ്ഞ ട്രിപ്പിൽ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാർ ട്രിപ്പിൽ അജിത്ത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് അജിത്തിൻ്റെ മകനാണ് ശ്രീരാം. മുഖം കാണിച്ചു കൊടുക്കടാ. മാളുവിനെ നേരത്തെ പെട്ട്. ഇത് ശ്വേത. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. എനിക്ക് ഇന്നൊരു മെസ്സേജ് വന്നു, ഇവരുടെ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അപ്പോൾ അത് ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓഫറായിരുന്നു. ഞാനത് ജസ്റ്റ് വായിച്ച് പറയാം എന്താണെന്നുള്ളത്. ഇവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമലി 3 PM to 8 PM ആണ് പ്രോഗ്രാം ഉള്ളത്. ഒരു 4 PM ഇവർ സ്റ്റാർട്ടർ പാക്ക് ചെയ്ത് വരുന്നത്. അതിനകത്ത് വരുന്നത് ചിക്കൻ ലോലിപോപ്പ്, ബീഫ് ഡ്രൈ ഫ്രൈ, ചിക്കൻ 65, ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രഷ് ലൈം. അത് കഴിഞ്ഞ് 5 മണിക്ക് അടുത്ത ഫുഡ് വരികയാണ്. കപ്പ, ഫിഷ്, മുളക് കറി, ബ്ലാക്ക് ടീ ആണ് 5 മണിക്ക് കിട്ടുന്നത്. 6 മണിക്ക് ചിക്കൻ ബർഗർ ആൻഡ് പെപ്സി. 7 മണിയാകുമ്പോഴത്തേക്കും ഫിഷ് പൊള്ളിച്ചതും ജ്യൂസും. 7:30 ആകുമ്പോഴത്തേക്കും ഡിന്നർ, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ഐസ്ക്രീം. ഇത്രയും സംഗതികളാണ്. അപ്പോൾ നമ്മളിവിടെ വരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കാതെ ഒന്ന് റെഡി ആയിട്ട് നിന്നാലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവരുടെ ഒരു ഓഫർ. പിന്നെ അതുകൂടാതെ ഇവിടെ കുറേ ഗെയിംസും അല്ലാതെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അകത്ത് ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം.
നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം, ഇവിടെ ഇവരൊരു ആർട്ടിഫിഷ്യൽ ഒരു മിസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൊടൈക്കനാലിലോ അല്ലെങ്കിൽ ഊട്ടിയിലൊക്കെ ഉള്ള ഒരു നല്ല നല്ല മിസ്റ്റ് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്നാൽ കിട്ടുന്നത്. ശരിക്കും എൻ്റെ മേലൊക്കെ ഇവിടെ നിറഞ്ഞിട്ടുണ്ടോ, കയ്യിലൊക്കെ കംപ്ലീറ്റ് വെള്ളമായിട്ടിരിക്കുകയാണ്. പക്ഷേ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മളുടെ സിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് നമുക്കിവിടെ ഫിഷിങ്ങിനോ അല്ലെങ്കിൽ ബോട്ടിങ്ങിനോ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്. ഈവൻ ഫുഡാണെങ്കിലും ബെസ്റ്റ് ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ കുറേ കാര്യങ്ങളും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഇനി അതുകൂടാതെ ഞാൻ ഇതിൻ്റെ ഓണറേയും കൂടി പരിചയപ്പെടുത്താം. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് മിസ്റ്റർ ഷൈനാണ് ഇതിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് സംഭവത്തിൻ്റെ ഓണർ. അതേപോലെ മിസ്റ്റർ ഷൈൻ, നമസ്കാരം ആൻഡ് വെൽക്കം ടു ദ ഷോ. ഓക്കെ, താങ്ക് യു. എന്താണ് ഇങ്ങനെ ഒരു സംഭവം തുടങ്ങാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ എന്താണ്? അത് കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ചൂണ്ടയിടലാണ്. അത് ശരി. ചൂണ്ടയിടുക, മീൻ പിടിക്കുക. എൻ്റെ ഫാദർ അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, റിട്ടയർഡ് അധ്യാപകൻ. സ്വന്തം നാട് എവിടെയാണ്? സ്വന്തം തൃശ്ശൂരാണ്. തൃശ്ശൂർ കോൾപ്പാടങ്ങളും സ്ഥലം മേടിച്ച് സെറ്റ് ചെയ്തതാണ്. ഞാൻ എടപ്പള്ളിയിലാണ് സെറ്റിൽ ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ ഇതിനു വേണ്ടി എനിക്ക് ചൂണ്ടിടാൻ വേണ്ടി പേഴ്സണലായിട്ട് ഒരു ഫാം എന്നുള്ള കൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഡെവലപ്പ് ചെയ്ത് ജനങ്ങളുടെ റിക്വയർമെൻറ്റും എല്ലാം കൂടി ചേർന്നപ്പോൾ ഇതിങ്ങനെയൊക്കെ ആയിത്തീർന്നതാണ്. ഇത് പ്ലാൻഡ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആദ്യം തന്നെ പറയേണ്ടത്, ഇങ്ങനത്തെ ഒരു സംഭവം അറേഞ്ച് ചെയ്യുന്നതിന് വളരെ വളരെ താങ്ക്സ്. ശരിക്കും നമ്മളിവിടെ സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹോളിഡേ കിട്ടിക്കഴിഞ്ഞാൽ പോകാനോ പറ്റിയൊരു സ്ഥലങ്ങളില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ? അല്ല, ഇതിൽ എനിക്കും അത് തന്നെയാണ്. എൻ്റെ നാട് തൃശ്ശൂരാണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ സിസ്റ്റർ അരിയത്തിൽ ബ്രദേഴ്സ് ഇവരൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ഉണ്ടാവും. ഒരു ദിവസം നിങ്ങളൊരു ഡേ ഔട്ടിന് കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലം ഒരിക്കലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ഭാഗമാണ് ഇതിന് ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ ഉള്ള കാരണം. പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം, ഇപ്പോൾ ഈ കോവിഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സാഹചര്യം കഴിഞ്ഞാൽ ഈ മാളുകളിലൊക്കെ പോകുന്നത് സേഫ് അല്ല. പക്ഷേ അതിന് മുന്നേ നമ്മളിതൊക്കെ വളരെ ഒരു 4-5 വർഷം മുന്നേ ഇതിൻ്റെ പ്ലാൻ ചെയ്ത് നമ്മൾ സ്ഥലം മേടിച്ചിട്ടു. എന്നിട്ട് ഘട്ടം ഘട്ടമായി ഡെവലപ്പ് ചെയ്തു. ഇതിന് ഒരു ഡിസൈനിങ്ങിനൊന്നും ഒരാളുടെയും സപ്പോർട്ട് എടുത്തിട്ടില്ല. എല്ലാം തന്നെ പൊളിച്ച് ഇങ്ങനെയായി വന്നിരിക്കുന്നതാണ്. അതുകൂടാതെ ഇവിടെ ഫിഷിന്റെ ഫാമാണോ ഈ കാണുന്നത്? ഈ കാണുന്നത് ഫിഷ് ഫാമാണ്. എന്ത് മത്സ്യങ്ങൾ ഇവിടെ ഇട്ടിരിക്കുന്നത്? കരിമീൻ ആണ്, പിന്നെ തിലാപ്പിയ ഉണ്ട്, പിന്നെ നാച്ചുറലായിട്ട് കയറി ഇറങ്ങി വരുന്ന എല്ലാ മീനുകളും. ചെമ്മീനുണ്ട്. ബേസിക്കലി ചെമ്മീൻ കെട്ടാണ്. ഈ കെട്ടി തന്നെയാണോ നമ്മൾ ഈ ബോട്ടിങ്ങിന്റെ സൗകര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്? എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്? ഇല്ല. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ക്രൈസ് ഈ ഫിഷിംഗ് ചൂണ്ടിട്ട് മീൻ പിടിക്കാവുന്നത് ക്രൈസിന്റെ മുകളിൽ മാത്രമാണ് ഇത് ഇവിടെ വരെ എത്തിയത്. ആ ക്രൈസ് എനിക്കുണ്ട്, ബാക്കിയുള്ളതൊക്കെ സംഭവിച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്? തുടങ്ങിയിട്ട് ഇപ്പോൾ കോവിഡിന് ശേഷമാണ് ഇത് നമ്മൾ ട്രയൽ തുടങ്ങി വെച്ചത്. ഇപ്പോൾ ഹാർഡ് കോറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരാഴ്ച ആവണുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഒരാഴ്ച ആവുന്നുള്ളൂ. ഇതിൽ വേറെയും നമുക്ക് പറയാനുള്ള പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സിമിലർ സെയിം ഒന്നും പറയാനില്ല. ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫുഡ് ഒരു വിഷയമാണ്. അതെ, കുട്ടികൾ ഫുഡ് പ്രോബ്ലം ആവും. നമുക്ക് ഫുഡ് 5 ടൈമിലായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഞാൻ കണ്ടിരുന്നത് ഒത്തിരി ഭക്ഷണമുണ്ട്. അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു 1 hour ഇന്റർവെല്ലിലാണ് ഈ പറഞ്ഞ ഭക്ഷണം വരുന്നത്. 4 o'clock ഭക്ഷണം കൊടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് 5 o'clock ഒരു ഭക്ഷണം, 6 o'clock പിന്നെ 7 o'clock, അങ്ങനെ 1 hour ഈ ഒരു ഡിഫറൻസിലാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത്. ഒത്തിരി ഭക്ഷണമുണ്ട്. കാരണം നമുക്ക് സ്റ്റാർട്ടർ തന്നെ ഒരു ഹെവി സ്റ്റാർട്ടറാണ്. പിന്നെ കപ്പ, ഒരു ആലപ്പുഴ കള്ളുഷാപ്പ് സ്റ്റൈലില് കപ്പ മീൻ മുളകിട്ടത് കട്ടൻ. അത് കഴിഞ്ഞാൽ ഒരു കോണ്ടിനെന്റൽ ഫ്ലവർ കിട്ടാനായിട്ട് ചിക്കൻ ബർഗർ, ഫ്രൈസ്, പെപ്സി. അത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ മീൻ പൊള്ളിച്ചത്. അത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പായസം, ഇത്രയൊക്കെ ചേർന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു. പിന്നെ ഞാൻ ഇതിനകത്ത് വേറെ കുറേ ഇത് കണ്ടായിരുന്നു. അത് ഫാമിലീസിനെ മാത്രമേ നമ്മളിവിടെ എൻ്റർടൈൻ ചെയ്യുന്നുള്ളൂ അല്ലേ? അതെൻ്റെ ഒരു വിഷനാണ്. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ്. എൻ്റെ ഒരു വിഷനാണ് അത്. അത് ഒട്ടും ഒരു കമേഴ്ഷ്യലൈസ് ചെയ്യാൻ പറ്റിയ വിഷൻ അല്ലെങ്കിൽ പോലും കുട്ടികളോടൊപ്പം ഒരു 5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ തയ്യാറുള്ള ഒരു ഫാമിലിയുടെ ഒരു കമ്മ്യൂണിറ്റി വളർത്തിയെടുക്കുക. ഇൻ ഫ്യൂച്ചർ എനിക്ക് ഉറപ്പുണ്ട് ഇതിൻ്റെ ബ്രാഞ്ചുകൾ ലോകം മുഴുവൻ കൊണ്ടുവരുന്നു. അങ്ങനത്തെ ഒരു ടീമുണ്ട്. മദ്യം കഴിക്കാത്ത കുട്ടികളുടെ
കൂട്ടുകാരോടൊപ്പം എല്ലാ ക്രിക്കറ്റ് കളിയിലും പങ്കാളിയാവാം. മഴപ്പന്ത് കളി, ബീച്ച് വോളി, ഷട്ടിൽ ബാറ്റ്, ഇൻഡോർ ഗെയിംസ്, ഫിഷ് ചൂണ്ടിട്ട് മീൻ പിടിക്കൽ, അത് പാചകം ചെയ്യൽ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗെയിംസ് ഒക്കെ കളിക്കാനായിട്ടൊക്കെ എന്തെങ്കിലും അഡീഷണൽ പേയ്മെന്റ് ഉണ്ടോ? ഇല്ല, ഓൾ ഇൻക്ലൂസീവ് ആണ്. ഓൾ ഇൻക്ലൂസീവ് അല്ല, ചൂണ്ടിടാനായിട്ട് എക്സ്ട്രാ ചാർജ് ഉണ്ട്. ചൂണ്ടയ്ക്ക് മാത്രം ചാർജസ്. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ചൂണ്ടിടുക എന്ന് പറയുന്നത് അതിനോട് ക്രേസ് ഉള്ളവർ മാത്രമേ പോകാവൂ. ഓക്കെ. എല്ലാവരും വന്ന് ചൂണ്ടിട്ടിട്ട് മീൻ കിട്ടണമെന്നില്ല. ഒരല്പം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് മീൻ കിട്ടുള്ളൂ. മീൻ വളരെ നിറച്ച് തിക്ക് ഫാമിംഗ് ആണ്. അപ്പോൾ ഇവർ പിടിക്കുന്ന മത്സ്യത്തിന് ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണോ? അത് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് കൊടുക്കാം, അതിന് എക്സ്ട്രാ ചാർജബിൾ ആണ്. നമ്മുടെ പാക്കേജിൽ ഓൾറെഡി ഫിഷ് പൊള്ളിച്ചുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്ത് ചെയ്യാവുന്നതാണ്, കൊണ്ടുപോകാവുന്നതുമാണ്. ഓക്കെ. ഈ പേയ്മെന്റിൽ, അതായത് ഈ പേയ്മെന്റിലല്ല, വേറെ മേടിക്കാവുന്നതാണ്, കൊണ്ടുപോകാവുന്നതാണ്. അത് ലൈവ് ഫിഷ്, ജീവനുള്ള മീൻ നമ്മൾ കോരിയെടുത്ത് പാക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഓക്കെ. അത് ഓക്സിജൻ കൊടുത്ത് വേണമെങ്കിൽ വീട് വരെ ജീവനോടെ എത്തുന്ന ലെവലിൽ വരെ പാക്ക് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. എക്സ്ട്രാ ചാർജബിൾ ആണ്. ഇതൊക്കെ എന്ത് തരത്തിലുള്ള സൗകര്യങ്ങൾക്കും തയ്യാറാണ്. എന്ത് കസ്റ്റമർ ആഗ്രഹിക്കുന്നത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ മിസ്റ്റർ ഷൈൻ ഇവിടെ ഫുൾ ടൈം ഉണ്ടോ അതോ എങ്ങനെയാണ്? ഇല്ല, എനിക്ക് ബിസിനസ്സുകളുണ്ട്. പക്ഷേ ഇതെൻ്റെ ക്രേസ് ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും. ഓക്കെ. നടന്നോളൂ. ഫാമിലി ആയിട്ടാണ് ഇവിടെ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും ഭാര്യയും മോളുമാണ്. ഓ, അത് ശരി. കുട്ടികളാണെന്ന് തോന്നുന്നില്ല അവിടെ നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ബാർബിക്യൂവിൻ്റെ ഇതിനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഒരു മോള് ഇതാണെന്ന് തോന്നുന്നു. ഇതാണ് മോള്. മിസ്സിസ് അവിടെ കിച്ചണിൽ പുള്ളിക്കാരത്തി ഹാൻഡിൽ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബേസിക്കലി ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പെട്ടവരല്ല. മനസ്സിലായി. ഫർണിച്ചർ ഷോപ്പാണുള്ളത് അല്ലേ? ഫർണിച്ചർ ഷോപ്പാണ്. ഇന്റീരിയർ ആണ് അതിൻ്റെ വേറൊരു ഡിവിഷൻ. അത് ശരി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ സംഭവം വന്നത്. പിന്നെ ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് 365 ദിവസം മഴ പെയ്യും. എല്ലാ മേഖലയിലും മഴ പെയ്യും. ഈ ഫുട്ബോൾ കളിക്കുന്നിടത്ത് മഴ പെയ്യും. മഴ പെയ്യും. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. അല്ല, മറ്റേ അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നതാണോ? മറ്റേ സ്പ്രിംഗിൾ ചെയ്തിരിക്കുന്നത് അതൊരു വെറൈറ്റി ആയിട്ട് അവിടെ മഴ പെയ്യും. അവിടെ മഴ പെയ്യും. കൊടൈക്കനാൽ പോലെ കോട ഫീൽ ചെയ്യും. ഏത് ചൂടുള്ള കാലാവസ്ഥയിലും ഇവിടെ വന്ന കാറ്റും മഴയും എല്ലാം ഉണ്ടാവും. അല്ല, ആംബിയൻസ് തന്നെ വളരെ റിയലി ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഫാമിലിയുടെ ഇത് കണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികളെയും കൂടി ഇതിൽ കൂട്ടി ഞാൻ കുട്ടികളായിട്ട് എന്താ വെച്ചാൽ മദ്യപാനം നമ്മൾ തീരെ പ്രോത്സാഹിപ്പിക്കണം. അത് ഞാൻ മദ്യപിക്കില്ല. എൻ്റെ വിഷൻ അത് തന്നെയാണ്. ഒരു ഫാമിലി ഒരു ഡേ ഔട്ടിന് പറ്റിയ ഒരു റൈറ്റ് ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, അതിനുള്ള സേഫ്റ്റി കൊടുക്കുക, അത് തന്നെയാണ് ചിന്തിച്ചത്. അപ്പോൾ ഈ ഒരു കോവിഡ് ഇതായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഒരു ദിവസം എത്ര പേരെ മാക്സിമം എടുക്കുന്നുണ്ട്? അതിന് വല്ല ലിമിറ്റേഷൻ ഉണ്ട്? ഇത് ബേസിക്കലി റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ടൂറിസം ലൈസൻസ് ഉണ്ട്, പിന്നെ ആക്ടിവിറ്റീസ് ഉണ്ട്. നിലവിൽ ഇപ്പോഴത്തെ 29/7/2020 ഇറങ്ങിയ കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഇളവുകൾ അനുസരിച്ച് നമുക്ക് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാം, ജിംനേഷ്യം ഓപ്പൺ ചെയ്യാം, യോഗ ഓപ്പൺ ചെയ്യാം. അനുവദനീയമായ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ. അതിന് മാത്രമേ അലൗഡ് ഉള്ളൂ. കിഡ്സ് പാർക്ക് അലൗഡ് അല്ല. അലൗഡ് ആകുന്ന മുറയ്ക്ക് അതൊക്കെ ഓപ്പൺ ചെയ്ത് തരും. എല്ലാം റെഡിയാണ്. ഇപ്പം അനുവദനീയമായ എല്ലാം നമുക്ക് ചെയ്യാം. പിന്നെ ഒരു ദിവസം ഇത്ര പേരുടെ ബുക്കിംഗ് എടുക്കുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാക്സിമം 20 പേരെ നമ്മൾ എടുത്തിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് പെർമിഷൻ 35 വരെ തന്നിട്ടുണ്ട്. പ്രീ ബുക്കിംഗ് അത്യാവശ്യമാണ്. പ്രീ ബുക്കിംഗ് മാത്രമേ ഉള്ളൂ, ഡയറക്റ്റ് കയറുമെന്നില്ല. എല്ലാ ഡീറ്റെയിൽസും തരണം. എല്ലാ ഡീറ്റെയിൽസും തന്ന് നമുക്കത് ഇൻഫോം ചെയ്യണം. ആരോഗ്യവകുപ്പിലും പോലീസിലും ഇന്ന പേര് വരേണ്ടെന്ന് ഇൻഫോം ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇപ്പോൾ എൻട്രി ചെയ്യൂ. ഫ്യൂച്ചറിൽ എന്താവും നമുക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ഇവിടെ താല്പര്യമുള്ളവർ ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് മിസ്റ്റർ ഷൈനായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇവിടെ പ്രീ ബുക്കിംഗ് ഉണ്ട്. പ്രീ ബുക്കിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ ഏറ്റവും ഇത് നോക്കിയിട്ട് പിള്ളേർ ഇവിടെ ഇരുന്നുകൊണ്ട് എൻജോയ് ചെയ്യുന്നത് കണ്ടോ. മണൽ വാരി കളിക്കുകയാണ്. കാരണം നമ്മുടെ സിറ്റിയിൽ താമസിക്കുന്ന കുട്ടികൾക്ക് കിട്ടാത്തൊരു കാര്യമാണ് ഈ മണൽ വാരി കളിക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ കുട്ടികളൊക്കെ മോനെ എന്താണ് പരിപാടി ഇവിടെ? മണ്ണ് വാരി കളിക്കണോ?
ആദ്യമായിട്ടാണോ കളിക്കുന്നത് ഇങ്ങനെ? എന്താ മോളുടെ പേരെന്താ? ഏമി. എവിടെ വീട്? ആലുവ. ആ, വീട്ടിൽ മണ്ണ് വാരി കളിക്കാറുണ്ട് ഇങ്ങനെ? ഇല്ല അല്ലേ, മണ്ണേ ഇല്ലല്ലേ. ഫ്ലാറ്റിലാണോ താമസിക്കുന്നത്? പക്ഷെ കളിപ്പിക്കൂലല്ലേ അമ്മ? പോലീസ് കയറ്റത്തില്ലല്ലേ? ആഹാ. എന്താണ് മോളുടെ പേരെന്താണ്? ഏഞ്ചലോ? ആ, എന്താ ഉണ്ടാക്കിയേക്കുന്നേ? മലയോ? വെരി ഗുഡ്. മോൻ്റെ പേരെന്താ? ആ, ഇവാനോ? ഓക്കെ. ഇയാളോ? ഇയാളുടെ പേരെന്താ? ആഹാ, വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും കൂടി നിങ്ങളെല്ലാം ഒരുമിച്ച് വന്നാണോ? ആ, ഇപ്പം അവിടെ ഒന്നും കളിക്കാൻ പറ്റാറില്ലല്ലേ ഇങ്ങനെ അല്ലേ? കണ്ടോ, പിള്ളേർക്ക് ഏറ്റവും അവർ എൻജോയ് ചെയ്യണതാണ് മണ്ണ് വാരി കളിച്ചാണ് അവർ എൻജോയ് ചെയ്യണത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ അഭിപ്രായം നിങ്ങളും കുട്ടികളെയും കൊണ്ട് ഇവിടെ വരിക. ശരിക്കും പറഞ്ഞാൽ ഞാൻ ദിയെ കൊണ്ടുവരേണ്ടതായിരുന്നു. ഞാൻ വിചാരിച്ച് ചെറിയ കുട്ടികളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ദിയെ കൊണ്ടുവരാതിരുന്നത്. ശരിക്കും ദിയേയും കൂടി കൊണ്ടുവരുന്നെങ്കിൽ അവൾ ശരിക്കും എൻജോയ് ചെയ്തേനെ. ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മുടെ ഷൈൻ ചേട്ടൻ ഓക്കെ അവിടെ പിള്ളേരുടെ കൂടെ നിന്നുകൊണ്ട് ഫുട്ബോൾ കളിക്കുകയാണ്. പുള്ളി ഒരു ഫാമിലി മാനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ഫാമിലി വന്നു കഴിഞ്ഞാലും അവരുടെ കൂടെ പിള്ളേരുടെ കൂടെ പുള്ളി ഉണ്ടാവും. കണ്ടോ? ഇതാ പുള്ളിയെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ്സിനേക്കാൾ ഉപരിയായിട്ട് പുള്ളി കുട്ടികളുടെ കൂടെ മറ്റ് ഫാമിലികളുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇത് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ആളുകളെക്കാൾ കൂടുതൽ പുള്ളിയാണെന്ന് തോന്നുന്നു. അദ്ദേഹമാണ് ഇതിനേക്കാൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത് ശരിക്കും. അല്ലേ ഷൈൻ ചേട്ടാ? വരുന്ന ആളുകളെക്കാൾ കൂടുതൽ ഷൈൻ ചേട്ടനാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നത്. It's not a game, it's a rich thing.
ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്നുള്ള പരിപാടി കുറച്ച് നേരം എടുത്തിട്ട് പോകാമെന്നുള്ള പരിപാടി ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് പോകാനേ തോന്നിയില്ല. ഇപ്പോൾ അതേ നോക്കിയാൽ പിള്ളേരെ ഒന്നും കാണാനേ ഇല്ല. അവരൊക്കെ അതേ ക്യാമ്പ് ഫയർ തുടങ്ങിയൊക്കെയാണ് ഇവിടെ. ക്യാമ്പ് ഫയർ തുടങ്ങി ഒരു കംപ്ലീറ്റ് അവർ വെള്ളമൊക്കെ തെറിപ്പിച്ച് ആകെ അടിപൊളി പരിപാടിയാണ്. പിള്ളേരുടെ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ കിട്ടിയ ഫ്രണ്ട്സാണ്. ഇതുണ്ടോ, ഇത്രയും കുട്ടികളുണ്ട് ഞങ്ങളുടെ ഇവിടെ വന്ന്. എല്ലാവരും പല സ്ഥലത്തു നിന്ന് വന്ന് ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? ആ, ഓക്കെ. അപ്പം എന്തോ കണ്ടില്ലേ? ആണോ? അങ്ങോട്ട് നോക്കിയിരുന്നോ? കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇനിയും വരില്ലേ ഇവിടെ? ഒരു തംസപ്പ് കൊടുത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇതിനടുത്ത് അതിനിടയ്ക്ക് ഞങ്ങളിവിടെ ഒരാളെ പരിചയപ്പെട്ടാണ്. അർജുൻ, യു ഫ്രം ചെന്നൈ, റൈറ്റ്? I'm from Trichy. Trichy, okay. He is from Trichy and he's been staying here for the last couple of months now. He's undergoing a treatment right now. Get well soon, buddy. Don't worry, okay? Take care. അപ്പോൾ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ഡിന്നറെല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പൊള്ളിച്ച മീനും കപ്പയൊക്കെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഡിന്നറിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ see you next time. Thank you for watching. Bye bye.